Ruchikootu. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ പ്രോൺസ് നൂഡിൽസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് റെസിപ്പിയാണ്. പക്ഷെ മിക്സഡ് ചിക്കൻ എഗ് നൂഡിൽസ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് റെസിപ്പി ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇത് ഫുൾ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ഫസ്റ്റ് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ മുട്ട ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ 2 മതി. ഇതിന്റെയൊക്കെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനിടാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമുള്ള മാത്രം മതി. പിന്നെ സോയാ സോസ് സ്വല്പം ഒരു ഫ്ലേവറിന്. പിന്നെ നമുക്ക് വേണ്ടത് സ്വല്പം ഉപ്പ്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതേ നമ്മൾ ചൈനീസ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ളത് മാത്രം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട ഇട്ട് കൊടുക്കാം. ഈ വിസ്ക് വെച്ചത് വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ എഗ് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എഗ് ഫുള്ളും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതേപോലെ സ്ലൈസ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞത് മതി. കനം അധികം ഇല്ലാതെ കേട്ടോ. പതുക്കെ ഇതേപോലെ സോട്ട് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ 1 മിനിറ്റ് നമ്മുടെ ക്യാരറ്റ് സോട്ടാക്കി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ബീൻസും ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഒരു 2-3 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്കത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജും നീളത്തിൽ അരിഞ്ഞു കൊടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടായിട്ട് അതാ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടത്. ഇതെല്ലാം കൂടെ നന്നായി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പൊ ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ വേറെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇടാം. അപ്പൊ കുറച്ചും കൂടെ കളർഫുൾ ആവും. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത്, ഞാൻ പച്ച ക്യാപ്സിക്കം ഉണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിലേക്ക് ഞാൻ കുറച്ചാണ് ഇടുന്നത്, അധികം ഇടുന്നില്ല. പിന്നെ കുറച്ച് സവാള. ഇതെല്ലാം കൂടെ സോട്ട് ചെയ്യാം. ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഓവർ കുക്ക് ആവരുത്, ഒന്ന് സോഫ്റ്റ് ആവുക. നമുക്ക് കടിക്കുമ്പോൾ ആ ഒരു ഇത് ചെന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കിട്ടുകയും വേണം. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചിക്കൻ പീസാണ്. അപ്പൊ ചിക്കൻ നമ്മുടെ അധികം കനമില്ലാതെ സ്ലൈസ് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എണ്ണ തീരെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെയൊക്കെ ഇഷ്ടം അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടണം കേട്ടോ. ഇങ്ങനെ ഓവറും ആവണ്ട. ഇപ്പൊ ചിക്കൻ ഇട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഇതേപോലെ കുക്കായി കെട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാമെന്ന്
ചെമ്മീനില്ലേ, നിങ്ങൾക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പോർക്ക് ഇഷ്ടമുള്ളവർക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് പോർക്ക് യൂസ് ചെയ്തിട്ടില്ല. പോർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോർക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോൺസ് ചെമ്മീൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ചെമ്മീൻ ഒരു സ്വല്പം മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പം അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസും ചിക്കനും പ്രോൺസും എല്ലാം ഇട്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ സെലറിയില്ലേ, സെലറിയുടെ തണ്ടില്ലേ, അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ വേണം നമ്മളുടെ ഈ ചിക്കനും ഇതെല്ലാം ഒന്ന് വെന്ത് വരാൻ. പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. നമ്മളധികം കനം കുറച്ച് മാംസമുള്ള പീസൊക്കെ അല്ലേ ഇട്ടേക്കണം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളും. ഒരു 5 മിനിറ്റ് മതി നമുക്കിങ്ങനെ ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ സോസൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ഇതേപോലെ സോട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കിംഗ് എല്ലാം ഇതിന്റെ വേവ് എല്ലാം കറക്റ്റ് ആകും. നമുക്ക് 2-3 ഉണക്കമുളക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സോസ് എല്ലാം ആഡ് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. അപ്പം ഞാൻ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ സോസ് ഒഴിച്ചെടുക്കാം. ഫസ്റ്റ് ഒന്ന് സോയാബീൻ സോസ് ഒഴിച്ചെടുക്കാം. പിന്നെ ചില്ലി സോസ്, റെഡ് ചില്ലി വേണമെങ്കിൽ റെഡ് ചില്ലിയും ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ ഓയിസ്റ്റർ സോസ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഓയിസ്റ്റർ സോസിന്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പെപ്പറൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിന്, എരിവിന്റെ ആവശ്യത്തിന് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ നമ്മുടെ സോസും നമ്മുടെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ ഒന്ന് കൂട്ടി വെക്കണം കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഇതെല്ലാം മിക്സായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചതാണ്, ബോയിൽ ചെയ്ത് വെച്ചത്. കാണാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ പറയാം, പ്രോൺസ് നൂഡിൽസ് കാണാത്തവർക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നൂഡിൽസ് അതിലേക്ക് പ്ലെയിൻ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഉപ്പും കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുക്കാം, അതായത് ഓയിലും കൂടി ഒഴിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒട്ടി പിടിക്കില്ല. ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഇതേപോലെ വിട്ട് വിട്ട് നമുക്ക് കിട്ടും നൂഡിൽസ്. നൂഡിൽസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ പകുതി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഐറ്റം ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു, നമ്മുടെ എഗ് ഫ്രൈ. അത് നമുക്ക് ഇതിന് മേലെ ഒന്നിട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് വല്ല ഉപ്പും കുരുമുളകിന്റെ ഒക്കെ എരിവിന്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ നൂഡിൽസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ നമ്മുടെ പഞ്ചസാരയില്ലേ ഇട്ട് കൊടുക്കാം. അപ്പൊ കറക്റ്റ് ബാലൻസിങ് ആവും. ലാസ്റ്റ് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഫൈനൽ മിക്സിങ്.
ഇങ്ങനത്തെ ഒരു ചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കട്ടോ. വളരെ വില കുറവാണ്. 415 രൂപയേ ഉള്ളൂ എനിക്കിത് വാങ്ങാൻ വേണ്ടി. അപ്പൊ ഇത് താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാം. ഞാൻ വാങ്ങിയത് പാലാരട്ടത്തു നിന്നാണ്. പാലാരട്ടത്ത് APK സ്റ്റോർ ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ബ്രോഡ്വേയിലൊക്കെ ഇത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മിക്സഡ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നമ്മളുടെ മിക്സഡ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ചൈനീസ് നൂഡിൽസ് ആണ്. നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞല്ല, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഇതിന് നമുക്ക് ചെമ്മീൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, നമ്മുടെ എന്താ പറയാ വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോർക്കൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ഇതിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.